നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം. നേതാവായി NDA യോഗം തെരഞ്ഞെടുത്തു. സമവായത്തോടെ മുന്നോട്ടു പോകുമെന്ന് നരേന്ദ്രമോദി. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. സർക്കാരുണ്ടാക്കാൻ നേതാക്കൾ ഉടൻ രാഷ്ട്രപതിയെ കാണും. സത്യപ്രതിജ്ഞ ഞായറാഴ്ച. തൃശൂരിൽ LDFന് കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് തിരിച്ചടിയായെന്ന CPI. തോൽവി വിശദമായി പരിശോധിക്കണമെന്ന ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. K മുരളീധരന്റെ പരാജയത്തിൽ ഇന്നും പോസ്റ്റർ പ്രതിഷേധം. കോൺഗ്രസിലെ അനിൽ അക്കര BJPയിൽ നിന്നും പണം വാങ്ങിയെന്ന ആരോപണം. CPIMനെ വിമർശിച്ചും മുസ്ലിം ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം. സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. തോൽവി മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെ അനന്തരഫലം. ലീഗിന്റെ വിജയം എടുത്തു പറയേണ്ടതാണെന്നും പരാമർശം. കണ്ണൂർ പാനൂരിൽ ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗ് നേതാക്കൾക്ക് വിലക്ക്. വിജയാഘോഷത്തിൽ വനിതകളുടെ ആവേശം വേണ്ടെന്ന നിർദ്ദേശം. ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. നമ്മുടെ പാനൂർ മഹോത്സവം നടന്ന ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് പാനൂർ ടൗൺ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം ബൈപ്പാസ് വഴി ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്ന രീതിയിലുള്ളൊരു റോഡ് ഷോയും ഇതിൻ്റെ ഭാഗമായി സംവിധാനിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. പറഞ്ഞത് മതപരമായ നിഷ്കർഷത പാലിക്കാൻ മാത്രമെന്ന വിശദീകരണം. വിമർശിച്ച് സാമൂഹിക പ്രവർത്തകർ. പലിശ നിരക്കിൽ മാറ്റമില്ലാതെ റിസർവ് ബാങ്കിന്റെ പുതിയ വായ്പാ നയം. റിപ്പോ നിരക്ക് 6.5% തുടരും. 2025 ആഭ്യന്തര വളർച്ച 7.2% പ്രതീക്ഷ. കോഴിക്കോട് ബാലുശ്ശേരിയിൽ മദ്യലഹരിയിൽ അസഭ്യവർഷം നടത്തിയ പോലീസുകാരനെതിരെ നടപടി. ബാലുശ്ശേരി SI അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. രാധാകൃഷ്ണന്റെ പരാക്രമം. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിന്.